ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ സമയം രാവിലെ 7 മണിക്കാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് എനിക്ക് നേരെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തിരിച്ച് വന്ന് വീട്ടിൽ വരിക എന്നുള്ളതാണ് എൻ്റെ എല്ലാ ദിവസത്തെ പ്ലാൻ. പക്ഷേ ഒറ്റ ദിവസം നടക്കാറില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാറ്, മടി പിടിച്ചാലും ജിമ്മിനൊന്നും പോകാറില്ല. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 വർഷമായിട്ടാണ്. 1 വർഷത്തിൽ ഞാൻ ആകെ 4 മാസം ജിമ്മിന് പോയിട്ടുള്ളൂ. ബാക്കി ഒറ്റ മാസം എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ 1 വർഷമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് തമ്പനയിൽ കണ്ടുപോലെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഹെൽത്തി ഐറ്റം വാങ്ങാനുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഈ നേരെ നടക്കുന്നത് എൻ്റെ കാറിൻ്റെ അടുത്തേക്കാണ്. ഈ സ്ട്രീറ്റിലായിട്ട് ലാസ്റ്റാണ് എൻ്റെ കാർ എപ്പോഴും പാർക്ക് ചെയ്യാൻ കിട്ടാറ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ വരുമ്പോൾ ഏകദേശം രാത്രി 11 മണി 12 5 ആകുമ്പോഴേക്കും എൻ്റെ സ്ട്രീറ്റിൽ എല്ലാവരും ഒന്ന് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മാത്രമാണ് എപ്പോഴും നേരം വൈകി വരുന്ന ആൾ. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ സ്ട്രീറ്റിൻ്റെ ബാക്കിലാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടാറുള്ളൂ. ബി കാണുന്നതാണ് എൻ്റെ സ്ട്രീറ്റ് കേട്ടോ. എൻ്റെ സ്ട്രീറ്റിൻ്റെ പേര് വരുന്നത് ബ്രൈറ്റൺ അവന്യൂ എന്നാണ്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഗ്രേ കളറുള്ള നിസാൻ കിക്സ് ആണ് എൻ്റെ കാർ കേട്ടോ. നാട്ടിൽ വെച്ച് കുറേ ആഗ്രഹിച്ചതാണ് ഈ കാർ സ്വന്തമായിട്ട് വാങ്ങുന്നത്. പക്ഷേ അത് ഇവിടെ വന്നതിന് ശേഷം നടന്നത്. അത് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും കൊണ്ടാണ് ഇവിടെ നമുക്ക് അഫോർഡബിളായിട്ട് കാറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. നാട്ടിൽ അത് എനിക്ക് അഫോർഡബിൾ അല്ലായിരുന്നു. കാരണം ഒരുപാട് പൈസ വേണമായിരുന്നു നാട്ടിൽ കാറൊക്കെ വാങ്ങണമെങ്കിൽ. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ വണ്ടിയുടെ ഒരു മോഡലൊക്കെ കാണിക്കും. അതിനുശേഷം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ ഡിസ്പ്ലേ കാണിക്കും കേട്ടോ. ഇതിൽ ഓയിൽ ആൻഡ് ഫിൽറ്ററിന് കാണിക്കുന്നുണ്ട്. എൻ്റെ വണ്ടിയിൽ ഏകദേശം ഓയിൽ മാറ്റാറുണ്ട്. ഒരു 3000 കിലോമീറ്റർ മുന്നേ തൊട്ട് നമ്മുടെ ഓയിൽ ആൻഡ് ഫിൽറ്റർ എന്ന് എഴുതി കാണിക്കും. നമുക്ക് വേണമെങ്കിൽ അപ്പം മാറ്റാം, അല്ലെങ്കിൽ പിന്നീട് മാറ്റാം. ഏകദേശം 3000 കിലോമീറ്റർ മുന്നേ മാറ്റി നമുക്ക് അത്രയും കിലോമീറ്ററിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ അവരെടുത്ത് മാറ്റി കളയും. അപ്പോൾ അത് നഷ്ടമായതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. ഏകദേശം നമ്മുടെ കിലോമീറ്റർ അടുത്തെത്തുന്നത് കണ്ട് ഞാൻ മാറ്റാറ്. ഈ ബ്ലൂ കളറിൽ കാണുന്ന കാർ എടുക്കുന്ന വീടാണ് എൻ്റെ വീട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമ്മറൊക്കെ കഴിഞ്ഞ് ഫാൾ സീസണിലേക്ക് കടന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ പച്ചപ്പും മഞ്ഞപ്പൊക്കെ ആയിട്ട് മാറി തുടങ്ങിയിട്ട് പച്ചയിൽ നിന്ന് മഞ്ഞയിലേക്കും ചോപ്പിലേക്കൊക്കെ മാറും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഈ കാണുന്നത് എൻ്റെ വീടിനോട് ചേർന്നുള്ളൊരു റോമൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. പക്ഷേ ഇത് വീടിനോട് ചേർന്നതാണെങ്കിലും ഞാൻ അങ്ങനെ ഈ പള്ളിയിലേക്ക് പോകാറില്ല. പിന്നെ ഇപ്പോൾ സെപ്റ്റംബർ മാസമായ കാരണം സ്കൂളിലേക്ക് പിള്ളേരൊക്കെ പോകണമെന്നാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം. കാരണം പിള്ളേർ ക്രോസ് ചെയ്യലും വരലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോകണം. കുറച്ചും കൂടി മുമ്പ് ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്ത സെൻറ്റർ, മെയിൻ സെൻറ്റർ. ഇത് വൈൻ സ്ട്രീറ്റ് പ്ലസ് കാൾട്ടൺ സ്ട്രീറ്റ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേര് അതാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു മന്ദിരം പോലെ കാണുന്നതാണ് എൻ്റെ ചർച്ച്. ഇതാണ് റോമൻ കാത്തലിക് ചർച്ച് ഞാൻ പോകാറുള്ളത്. ഇതിൻ്റെ പേര് സെൻറ്റ് ആൽഫ്രഡ് ചർച്ച് എന്നാണ് കേട്ടോ. ഇപ്പോൾ സ്കൂൾ സീസണൊക്കെ ആയ കാരണം നമ്മൾ റോട്ടിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം സ്കൂൾ ബസ്സുകളൊക്കെ വരുന്ന സമയമാണ്. ആ കാണുന്നതാണ് ഒരു സ്കൂൾ ബസ്സാണ്. അത് കുട്ടികളെ കയറ്റാനും ഇറക്കാനും സമയത്ത് റെഡ് ലൈറ്റും സൈഡിൽ സ്റ്റോപ്പ് സൈനും വെച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം $2000 ഫൈൻ കിട്ടും. അത് നല്ലൊരു എമൗണ്ട്, 1,50,000 മേലെ എമൗണ്ട് നാട്ടിൽ വരും. അപ്പോൾ നമ്മൾ ആ ഹെൽത്തി ഐറ്റം വാങ്ങാൻ വന്ന സ്ഥലം ഇതാണ്, ഈ സൂപ്പർ സെൻ്ററാണ്. ഈ സൂപ്പർ സെൻ്ററിൻ്റെ പേരാണ് സെഹേഴ്സ് മാർക്കറ്റ് എന്നാണ്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കിട്ടുന്ന ഒരു സൂപ്പർ സെൻ്ററാണ് ഇത്. അപ്പോൾ രാവിലെ തന്നെ ആയ കാരണം ഏകദേശം ഇപ്പോൾ സമയം 7:15 ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഷോപ്പൊക്കെ തുറന്നു വരുന്നുള്ളൂ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഐറ്റംസും നല്ല ഭംഗിയിൽ അവർ സെറ്റാക്കി വയ്ക്കും. ഏകദേശം രാവിലെ 5 മണിക്ക് ഫ്രഷ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാ സൂപ്പർ സെൻ്ററിൽ വന്ന് അത് നല്ല ക്ലീൻ സെറ്റാക്കി അടക്കി ഒതുക്കി വെക്കും കേട്ടോ. ഇതൊക്കെ ആപ്പിളിൻ്റെ സെക്ഷനാണ്. ഈ സെക്ഷൻ മൊത്തം ആപ്പിളാണ്. പലതരം ആപ്പിളുകളുണ്ട്. നമ്മൾക്ക് നാട്ടിൽ കണ്ടത് പോലെയല്ല, ഒരുപാട് ആപ്പിളുകളുണ്ട്. ഇത് ഫ്രൂട്ട്സ്, ബനാന. ഈ സെക്ഷനിലാണ് നമുക്ക് ആവശ്യമുള്ള ഐറ്റം ചെയ്യുന്നത്. ഇത് മൊത്തം തക്കാളികളാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ വലിയ നോർമൽ തക്കാളി കണ്ടുള്ളൂ. ഇവിടെ ഇഷ്ടം പോലെ സൈസിൽ പല പേരിലാണ് തക്കാളി ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന അവക്കാടയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഒരു അവക്കാടയ്ക്ക് $2. ഏകദേശം നാട്ടിലെ 120 വരും ഒരു അവക്കാടയ്ക്ക്. ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ 4 അവക്കാട നല്ലത് നോക്കി എടുക്കാറ്. ഇത് നല്ലതാണ് പൊട്ടയാണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഞെട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഗ്രീൻ പോലെ കാണും. അതാണ് ഏറ്റവും നല്ലത്, നല്ല പാകമായത്. അല്ലെങ്കിൽ പഴുപ്പ് കൂടുന്നോറും അത് കേടായത് കിട്ടും. അങ്ങനെ ഒരു ബാഗ് എടുത്ത് ഈ കാണുന്ന 4 അവക്കാടയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാനിത് ക്യാമറയിൽ നോക്കിയപ്പോൾ എൻ്റെ മുഖം മനസ്സിലായി. ആരോടോ ദേഷ്യമുള്ള പോലെയാണ് എൻ്റെ മുഖം ഇരിക്കുന്നത്. അതോ പിണങ്ങിയ ആൾക്കാരുടെ പോലെയാണെന്ന് അറിയുന്നത്. നേരെ 4 അവക്കാട കവറിട്ട് നേരെ ബില്ലടിച്ച് നേരെ പുറത്തേക്ക് പോണ വഴിക്കാണ് ഈ പംകിൻ കണ്ടത് കേട്ടോ. നമ്മുടെ നല്ല മത്തങ്ങ എന്ന് പറയില്ല, അതുപോലെ ഇവിടെ ഇപ്പോൾ ഹലോവിൻ്റെ സീസണാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ മത്തങ്ങ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. ഇതിൽ പല ആൾക്കാരും പല ആർട്ടൊക്കെ ചെയ്ത് വിൽക്കും വീടിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ഞാൻ ഇതൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി നമ്മൾ ഡോറിനകത്തേക്ക് പോകുന്നു. അകത്ത് കയറിയപ്പോൾ മനസ്സിലായത് രാജകുമാരി എനിക്കല്ലേ. അതുകൊണ്ട് ലേറ്റൊന്നും ഇടാണ്ട് നേരെ അടുക്കളയിലേക്ക്. ഇനിയിപ്പോൾ നമുക്ക് അവക്കാടോ ടോസ്റ്റ് എങ്ങനെ റെഡിയാക്കാൻ നോക്കട്ടോ. നേരെ അവക്കാടോ എടുക്കുക, കത്തി വയ്ക്കുക, ഫുൾ വട്ടത്തിൽ അങ്ങോട്ട്
കീറ, എന്നിട്ട് അതിനുള്ള കുരു എടുത്ത് വേഗം കളയുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഗ്രീൻ പാർട്ട് ഉണ്ട് അത് എടുത്ത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരി പാത്രത്തിലിടുക. കത്തി വെച്ച് നന്നായിട്ട് പഴുത്തന്നെ കത്തിച്ച് ജസ്റ്റ് മുറിച്ചാൽ അപ്പോൾ തന്നെ മുറിയും കേട്ടോ. മുറിച്ചിട്ടിട്ട് അതിൽ കുറച്ച് സോൾട്ടും കുറച്ച് ലെമൺ ജ്യൂസും പിഴിഞ്ഞിട്ട് ഒന്ന് ഫോർക്ക് വെച്ച് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള അവക്കാഡോ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ലിജോ അച്ചായൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് അച്ചായൻ ഒരു ദിവസം ഉണ്ടാക്കി തന്നപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം ഇതൊന്നും നല്ല ഹെൽത്തി അല്ല, അവക്കാഡോ നല്ല ഹെൽത്തിയാണ്. അതിൻ്റെ കൂടെ എഗ്ഗും കൂടി വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡ് നമുക്ക് ഏകദേശം 1 മിനിറ്റ് കൊണ്ട് നമുക്കത് ടോസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആണ് സ്പ്രെഡ് ബട്ടറാണ് തേക്കാറ് അതിൽ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒരു ചട്ടി എടുത്ത് ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടിട്ട് നേരെ ഒരു എഗ്ഗ് എടുത്തിട്ട് ഒറ്റ പൊട്ടിക്കില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒപ്പം ബുൾസൈയാണ് കഴിക്കാറ് കേട്ടോ. എനിക്ക് എപ്പോഴും ബുൾസൈ എന്ന് പറയുമ്പോൾ നാട്ടിലെ പോലെയല്ല, ജസ്റ്റ് ഒന്ന് മറിച്ചിടും ഞാൻ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഉള്ളി സെൻറ്ററിലെ യെല്ലോ പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് അപ്പം തന്നെ എടുത്ത് കഴിക്കുക. അതാണ് എൻ്റെ രീതി കേട്ടോ. ഞാനാദ്യം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം സൗണ്ട് റെക്കോർഡിങ് കൊടുത്തത്. അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ. രണ്ടാമത്തെ സൗണ്ട് റെക്കോർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്ത. ഏകദേശം 2.5 ദിവസം എടുത്തിട്ടാണ് ഞാനത് ചെയ്തിട്ട്. കാരണം ഒന്നാമത് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് റെക്കോർഡ് ചെയ്ത് ചുമ വരും, വീണ്ടും കട്ടാക്കും. അങ്ങനെ 2 ദിവസം എടുത്ത് 2.5 ദിവസം എടുത്തിട്ടാണ് ഞാനത് ചെയ്തേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അവക്കാഡോ ടോസ്റ്റ് റെഡി ആയിട്ടാ. ഇനി നമുക്ക് ഉച്ചക്കത്തെയും വൈകുന്നേരത്തേക്കുള്ള കറിക്കുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ചിക്കൻ മസാല പറ്റി വെച്ചിട്ടുണ്ട്. അതെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ടോസ്റ്റർ കഴിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊന്ന് പോയിട്ടുണ്ടാവും. ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ വെച്ച ചിക്കൻ മസാല പറ്റി വെച്ചത് കേട്ടോ. ഇത് ഭയങ്കര കളറാണ്, കാശ്മീരി ചില്ലിട്ടാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മൾ നേരെ തിരിച്ച് വന്ന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു അവക്കാഡോ ടോസ്റ്റ്, ഇതാണ് നമ്മുടെ എല്ലാ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റാണ്. ആ ലെമൺ ജ്യൂസിൻ്റെ പുളിയും അവക്കാഡോയും ബ്രെഡും എഗ്ഗും ഒക്കെ കൂടി കഴിക്കുമ്പോൾ ഹെൽത്തിയാണ്. നമുക്ക് ഉച്ചവരെ വേറെ പരിപാടിയും നോക്കണ്ട. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ എനിക്ക് പാനൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ കാണുന്ന ചിക്കൻ ഒന്നും കൂടി മസാലയിലൊന്നും തിരുമ്പി എടുത്തിട്ട് നേരെ ഇട്ട് ഫ്രൈ ചെയ്യുക. ഷാഡോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കറി വയ്ക്കുക. അതായത് നമ്മൾ ചിക്കൻ റോസ്റ്റാണ് ഈ കാണുന്നത്, നമ്മൾ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം പറയാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുളിച്ച് ഡ്രസ്സ് മാറി പോകാനുള്ള പരിപാടിയാണ് ജോലിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.